ഹലോ ഗൈസ്, രാവിലെ എണീച്ച് മാത്രം കസിൻ്റെ വീട്ടിൽ പോകാനും ഞാൻ എൻ്റെ വീട്ടിൽ പോകാനും വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. ഇറങ്ങി പുച്ചി, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. കടയിൽ പോയി പൊറോട്ടയും നല്ല ബീഫ് ഫ്രൈയും കഴിച്ചു. ഫുഡ് കഴിച്ച് ബസ് പിടിച്ച് മാത്രം എടുത്ത് ബൈ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്ക് കൊണ്ട് ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കാഴ്ചയാണ് നിൽക്കാന്ന് ഓർത്ത് ആരും തെറ്റിദ്ധരിക്കണ്ട. ട്രെയിനിലുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നിന്നാ. സ്റ്റേഷനെത്തി ട്രെയിൻ ഇറങ്ങാൻ പോയിപ്പോണ്ട് ഇറങ്ങാൻ വിടണ്ടേ അമ്മാര് തിക്കും തിരക്കും. പുറത്തിറങ്ങി ഒരു ഉപ്പ് സോഡയും കുടിച്ച് അടുത്ത ബസ് പിടിച്ച് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അച്ഛൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. വീട്ടിലെത്തിയിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. അച്ഛൻ മാത്രമല്ല അമ്മയുണ്ട് കൂടെ. പോയിപ്പോണെങ്കിൽ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ നല്ല ലേറ്റ് ആയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വന്ന് വേറൊന്നുമല്ല, കസിന്റെ കല്യാണമാണ് നാളെ. പിന്നെ നമ്മുടേതായ കുറച്ച് ചടങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇത്രയും പരിപാടി നടക്കുമ്പോണ്ട് അമ്മ അവിടെ പോയിട്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെയായിട്ട് എന്റെ അനിയന്മാര് നമ്മൾ കുറച്ചേരം അവിടെ വർത്താനം പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ചേച്ചിമാരും ആന്റി എത്തി. ഞാനാണെങ്കിൽ കുറച്ചപ്പോഴേക്കും വിശന്നിട്ട് ഒരു വഴിയായി. പിന്നെ നമ്മളെല്ലാവരോട് പോയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡും കഴിച്ച് അവളോട് ഫോട്ടോ എടുത്ത് കസിന്റെ വണ്ടി എടുത്ത് ഞാൻ അനിയനോട് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിട്ട് പോയി. ഐസ്ക്രീം മേടിച്ച് അനിയനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നാളത്തെ കല്യാണ വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.